إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. واعبد ربك حتى يأتيك اليقين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് പരമകാരുണികനായ റബ്ബിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ പരിപൂർണമായും നമ്മിൽ നിന്നും സ്വീകരിച്ച് നാളെ പരലോകത്ത് ഉന്നതമായ പ്രതിഫലം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിന്റെ അവസാന വെള്ളിയാഴ്ചയിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ പ്ലാനിങ്ങുകളും ഒരുപാട് പദ്ധതികളും പരിശുദ്ധ റമദാനിന്റെ തുടക്കത്തിൽ ഒരുപക്ഷെ നമ്മളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും, കണക്ക് കൂട്ടിയിട്ടുണ്ടാകും. ഇന്ന് വളരെ തുച്ഛമായ ചില ദിവസം മാത്രം റമദാൻ അവസാനിക്കാൻ ഉള്ള ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് എത്രമാത്രം ആ പ്ലാനിങ്ങുകളോട്, നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങളോട് എത്രമാത്രം നീതി പുലർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പരിശോധിക്കണം. ഖുർആനുമായുള്ള നമ്മളുടെ ആ അടുപ്പം, ബന്ധം, അത് എത്രമാത്രം നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു തവണയെങ്കിലും ഓതി തീർക്കാൻ നമുക്ക് കഴിഞ്ഞു. ഏതെങ്കിലും ഒരു അധ്യായമെങ്കിലും അർത്ഥവും ആശയവും ഒക്കെ പഠിക്കാൻ നമുക്ക് സാധിച്ചു.
അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെലവഴിച്ചു, ഏതെല്ലാം മാർഗത്തിൽ നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചു, അത്തരത്തിൽ എത്ര പുണ്യം നമുക്ക് സമ്പാദിക്കാൻ സാധിച്ചു, ഓരോന്നും നമ്മൾ വിലയിരുത്തണം. പാപങ്ങളിൽ നിന്നും മോചനം നേടാനും പരിശുദ്ധി നേടാനും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ചിന്തിക്കുക. അത്തരത്തിലൊന്ന് ഒരു പാപങ്ങളിൽ നിന്നും മോചിതമായ അവസ്ഥയിൽ പുറത്തിറങ്ങാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവൻ സ്വർഗത്തിൽ നിന്നും ബഹുദൂരം അകന്നു പോകട്ടെ, നരകത്തിലേക്ക് ചെന്നു വീഴട്ടെ, അല്ലെങ്കിൽ ശാപം അവനിൽ ഉണ്ടാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറഞ്ഞ വിഷയം നമ്മളുടെ മനസ്സിലുണ്ട്. സഹോദരങ്ങളെ, അത്തരത്തിൽ പാപങ്ങളിൽ നിന്നും നമുക്ക് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. അവസരം എപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് വന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. റമദാൻ തുടങ്ങി ഇന്ന് റമദാനിന്റെ 27 ദിവസങ്ങൾ എത്തി നിൽക്കുമ്പോ വിട പറഞ്ഞവർ എത്ര പേരാണ്? നാട്ടുകാരായിട്ടും കുടുംബക്കാരായിട്ടും കൂട്ടുകാരായിട്ടും ഒക്കെ നമ്മളെ വിട്ടകന്നു പോയ പല അനുഭവങ്ങളും നമുക്ക് പറയാനുണ്ടാവും. അള്ളാഹു നമുക്ക് ആയുസ് നൽകിയ ഒരു റമദാൻ കൂടി. ഇനിയും അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വേണം പറയാൻ. ഇനിയും ചില ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. 27-ാം രാവോടുകൂടി എല്ലാം അവസാനിച്ച് ലൈലത്തുൽ ഖദ്ർ പൂർത്തിയായി എന്ന് വിചാരിക്കുന്ന ആളുകൾ തെറ്റായ ധാരണയിലാണുള്ളത്. അങ്ങനെ മുഴുവൻ പൂർത്തിയായി ലൈലത്തുൽ ഖദ്ർ 27-ൽ നിശ്ചയിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഉദ്ധരണിയും നമുക്ക് കാണാൻ സാധിക്കില്ല. കൃത്യമായും റസൂലുള്ളാഹിയെ മറപ്പിച്ചു ആ വിഷയം. അതുകൊണ്ട് തന്നെ ഒറ്റയിട്ട രാവുകളിൽ പ്രതീക്ഷിക്കാൻ പറഞ്ഞു. ഇനിയുമുണ്ട്, ഇനിയും ഖദറിനെ പ്രതീക്ഷിക്കേണ്ട ദിവസമുണ്ട്. ഇനിയും ഇസ്തിഗ്ഫാർ നടത്താനുള്ള സമയമാണ്. ഇനിയും ദാനധർമ്മം നടത്താനുള്ള സമയമാണ്. അവസാനത്തെ നോമ്പിന്റെ ആ ബാങ്ക് മുഴങ്ങുന്ന അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്ന ആ സമയത്ത് നമ്മളുടെ കൈകളിൽ നമ്മൾ കരുതിയിട്ടുള്ള ഈത്തപ്പഴം വെച്ച് നമ്മുടെ വായിലേക്ക് നോമ്പ് തുറക്കുന്നതിന് വേണ്ടി പ്രവേശിപ്പിക്കുന്ന ആ സമയം വരെയും പരിശുദ്ധമായ റമദാനിന്റെ ശ്രേഷ്ഠത ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് റബ്ബിനോട് പറയാം, പ്രാർത്ഥിക്കാം, ഖേദിച്ചു മടങ്ങാം. നമുക്ക് പറയാനുള്ളതൊക്കെ നമ്മുടെ റബ്ബിനോട് പറയാം. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞു എന്ന ധാരണ നമ്മളിൽ ഉണ്ടാകരുത്. ആ പരിശ്രമം ഇനിയും തുടരട്ടെ. അത് മാത്രവുമല്ല, റമദാൻ എന്ന ഒരു മാസത്തിൽ ഒതുങ്ങേണ്ടതല്ല നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ എന്നുള്ളതും ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം. റമദാനിൽ ഒതുക്കി തീർക്കേണ്ടതല്ല. റമദാനിലൂടെ നമ്മൾ നേടിയ പരിശീലനം, നേടിയെടുത്ത ഊർജം അടുത്ത ദിവസങ്ങളിലേക്ക്, മാസങ്ങളിലേക്ക് നമുക്ക് കരുത്തായി മാറണം. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅബ്ദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, വഅബ്ദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ദൃഢമായ അറിവ് വന്നെത്തുന്നത് വരെ നീ നിന്റെ റബ്ബിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കണം. ആ യഖീനായ ദൃഢമായ അറിവിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് അൽ മൗത്ത്, അത് മരണമാണ്. മരണം സംഭവിക്കുന്നത് വരെ ആരാധനകളിലും അനുഷ്ഠാനങ്ങളിലും കർമ്മങ്ങളിലും ദാനധർമ്മങ്ങളിലും എല്ലാ വിഷയത്തിലും നമ്മൾ മുഴുകണമെന്നാണ്. ഇവിടെ ചില പണ്ഡിതന്മാരോട് ആളുകൾ ചോദിക്കുകയുണ്ടായി, ചില ആളുകൾ, നമുക്ക് മുൻഗാമികളായ സലഫു സാലിഹുകളായ ചില ആളുകളോട് ചോദിക്കപ്പെട്ടു, എന്താണ് റമദാനിൽ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട് ചില ആളുകൾ. റമദാൻ അവസാനിച്ചു കഴിഞ്ഞാൽ, റമദാനിന്റെ അന്ത്യം സംഭവിച്ചു കഴിഞ്ഞാൽ, ആ മാസം എന്ന് തീർന്നു കഴിഞ്ഞാൽ, തറക്കൂ, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അവർ ഉപേക്ഷിക്കും. പിന്നെ നോമ്പിന്റെ ഒരു നോമ്പ് കാണണം, പിന്നെ അടുത്ത റമദാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇടയിൽ വരുന്ന 2-3 ശക്തമായ സുന്നത്ത് നോമ്പ് കാണാൻ വരണം. അല്ലാതെ നോമ്പില്ല, നോമ്പ് ഉപേക്ഷിക്കുകയാണ്.
ദാനധർമ്മങ്ങൾ ഉപേക്ഷിക്കുകയാണ്. ഖുർആനുമായുള്ള ബന്ധം കുറഞ്ഞ് അവസാനം ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. രാത്രി നമസ്കാരത്തെ കുറിച്ചുള്ള ഒരു ചിന്ത പോലും പിന്നെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. അങ്ങനെ ചില ആളുകളുണ്ട് എന്ന് ചില പണ്ഡിതന്മാരോട് പറഞ്ഞപ്പോ വഖാല ബിസൽ ഖൗമു ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫീ റമദാൻ, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് പറയുകയാണ് ബിസൽ ഖൗം, എത്രയോ മോശപ്പെട്ട ആളുകളാണവർ, എത്രയോ ചീത്തയായ മോശപ്പെട്ട ആളുകളാണവർ. ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫീ റമദാൻ, റമദാനിൽ അല്ലാതെ അവർ അല്ലാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ല. റമദാനിൽ മാത്രമാണ് അവർ അല്ലാഹുവിനെ അറിഞ്ഞതും മനസ്സിലാക്കിയതും. അതല്ലാത്ത മാസത്തിലും റബ്ബുണ്ട്, ആ അല്ലാത്ത മാസങ്ങളിലും റബ്ബിന്റെ അനുഗ്രഹങ്ങളുണ്ട്, കൽപ്പനകളുണ്ട്, വിധികളുണ്ട്, വിലക്കുകളുണ്ട്. പക്ഷെ മനുഷ്യന്മാര് അതിൽ നിന്നൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവർ മോശക്കാരാണ്, അവർ ചീത്ത ആളുകളാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മരണം സംഭവിക്കുന്നതുവരെയും നിലനിർത്തേണ്ടതും തുടർത്തേണ്ടതുമായ പലതും അള്ളാഹു ഈ റമദാനിലൂടെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞു. 27 ദിവസം പകലിൽ നമ്മൾ ആഹാരം ഉപേക്ഷിച്ചില്ലേ? അതിനു മുമ്പുള്ള എത്രയോ മാസങ്ങൾ അങ്ങനെ ഒരു ചിട്ട നമുക്കില്ലായിരുന്നല്ലോ. അങ്ങനെ ആഹാരം ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവൻ നിശ്ചയിച്ച സമയത്ത് നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷം പിന്നെയും ശരീരത്തിന്റെ ക്ഷീണത്തെ ഒന്നും വകവയ്ക്കാതെ റബ്ബിന്റെ കൽപ്പനയ്ക്കും പ്രതിഫലവും ആഗ്രഹിച്ച് നമ്മൾ പിന്നെയും ഉറക്കത്തിന്റെ ക്ഷീണങ്ങളൊക്കെ മാറ്റിവെച്ച് രാത്രി നമസ്കാരത്തിലേക്ക് പോവാണ്. ദീർഘമായ ഖുർആൻ പാരായണങ്ങളിലൂടെ നിസ്കാരം നിർവഹിക്കുന്നു. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഖുർആൻ മറ്റുള്ള മാസങ്ങളെക്കാൾ ഏറെ എന്തായാലും ഓതിയിട്ടുണ്ടാകും. 1 പൂർത്തിയാക്കിയവരുണ്ടാകും, 2 പൂർത്തിയാക്കിയവരുണ്ടാകും, അല്ലെങ്കിൽ പകുതിയിലെത്തിയവരുണ്ടാകും. എന്തെങ്കിലുമൊക്കെ നമ്മൾ മറ്റുള്ള മാസത്തെക്കാൾ ഏറെ ഒരു പടി മുന്നിൽ നമ്മൾ എത്തിയിട്ടുണ്ടാകും. ആരായിരിക്കെ? നോമ്പുകാരനായിരിക്കെ, രാത്രി നമസ്കാരക്കാരനായിരിക്കെ, ഇതൊക്കെ ചെയ്യും. ഒപ്പം നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരിയായി പലതരത്തിലുള്ള ചലഞ്ചുകളായി പല രൂപത്തിലുള്ള അവസരങ്ങളായി നമ്മുടെ മുമ്പിൽ വന്നു. ചില ആളുകൾക്കൊക്കെ തോന്നും ഇത് റമദാൻ എന്ന് പറഞ്ഞാൽ പിരിവിന്റെ മാസമാണെന്ന് ഇങ്ങനെ മനസ്സിൽ തോന്നും. എത്ര ആളുകളാണ് നമ്മുടെ മുമ്പിൽ വന്ന് ആവശ്യപ്പെടുന്നത്, എത്ര മെസ്സേജുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നും. പക്ഷേ ഒരു മെസ്സേജ് കണ്ടപ്പോ വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് കണ്ടപ്പോൾ ആ ചിന്തയൊക്കെ അങ്ങ് മാറും. ഇന്ന് നമ്മളുടെ അടുക്കലേക്ക് മെസ്സേജ് വരുന്നത് നമുക്ക് കൊടുക്കാനുള്ളത് കൊണ്ടാണല്ലോ. നമ്മൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള മെസ്സേജ് നമുക്ക് വരുന്നത്. വാങ്ങേണ്ട അവസ്ഥയിലേക്ക് നമ്മളെ അള്ളാഹു എത്തിച്ചിട്ടില്ല, അല്ലെ? മറ്റുള്ളവരുടെ മുമ്പിൽ പോയി വാങ്ങേണ്ട അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മളെ എത്തിച്ചിട്ടില്ല. അൽഹംദുലില്ലാ. കൊടുക്കാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അത് അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കണം. പിന്നെ എല്ലാവരും കൊടുക്കുന്നത് പോലെ, എല്ലാവർക്കും ഉള്ളത് പോലെ കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ചില ആളുകളുടെ 10 രൂപയായിരിക്കും കൊടുക്കാനുണ്ടാകുക. കോടികളുടെ പുണ്യം ചിലപ്പോൾ ആ 10 രൂപ കൊണ്ട് ആ വ്യക്തി കിട്ടും. കാരണം അത്രയ്ക്ക് പ്രയാസത്തിൽ നിന്നുകൊണ്ടായിരിക്കും അദ്ദേഹം കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന എല്ലാ വിഷയങ്ങളിലും ഒരു തുടർച്ച, പ്രിയമുള്ളവരെ, ഉണ്ടാകണം. ഒരു തുടർച്ച ഉണ്ടാകണം. അതിൽ നമ്മൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കർമ്മങ്ങളെ നമ്മൾ എടുത്തിട്ട് അത് പിന്നെ തുടർച്ചയായി ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. നോമ്പ് നമുക്കെടുക്കാം. അപ്പൊ നമുക്ക് കഴിയുമെന്ന് ഉറപ്പിച്ചല്ലോ. നോമ്പെടുത്ത് ഒരു പ്രശ്നമില്ല, നമ്മളോട് ഇരിക്കുന്നുണ്ടല്ലോ. ഇനി തിങ്കളും വ്യാഴവും നോമ്പെടുക്കാൻ നമുക്ക് എന്താ പ്രയാസം? തീരുമാനിക്കണം. 13, 14, 15 നോമ്പെടുക്കാൻ എന്താ പ്രയാസം? തീരുമാനിക്കണം. അല്ലാഹു അതിനുള്ള വഴി നമുക്ക് എളുപ്പമാക്കി കൊടുക്കും കുറച്ചുകൂടി. ആ രൂപത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം പ്രിയമുള്ളവർ. എങ്കിലേ ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടമുണ്ടായി അല്ലെങ്കിൽ തഖ്വ നേടിയെടുത്തു എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. എന്തിനാ നോമ്പ് നിർബന്ധമാക്കിയത്? എന്തിനാണ് റമദാൻ ഇങ്ങനെ ഒരു പ്രത്യേകത വെച്ചത്? ഖുർആൻ അവതീർണമായ മാസത്തിൽ നോമ്പിലൂടെ, നിസ്കാരത്തിലൂടെ, സ്വതക്കകളിലൂടെ, സക്കാത്തിലൂടെ ഒക്കെ പരിശുദ്ധി പ്രാപിക്കാനാണ്. യഥാർത്ഥമായ സൂക്ഷ്മത നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങൾ മുഴുവൻ അല്ലാഹു നിശ്ചയിച്ചത്. മുൻകാലങ്ങളിൽ ചെയ്തു പോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട് ഒരു സുരക്ഷിതരായി, പരിശുദ്ധരായി ഈ റമദാൻ പുറത്തിറങ്ങാനാണ് ഇത്തരത്തിലുള്ള സംവിധാനം വെച്ചത്. അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് പട്ടിണി കൊണ്ട് കാര്യമില്ല എന്ന റസൂലുള്ള പ്രത്യേകം ഓർമ്മപ്പെടുത്തിയതും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഇനി ഈ അവസാന ദിനങ്ങളിൽ ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം സക്കാത്തുൽ ഫിത്റാണ്. ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങൾ
കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് അള്ളാഹു നിർബന്ധമാക്കിയ ഒരു കാര്യമാണ്. ഫറള സക്കാത്തുൽ ഫിത്രി മിൻ റമദാന അലാ കുല്ലി നഫ്സിൻ മിനൽ മുസ്ലിമീൻ. മുസ്ലിങ്ങളിൽപ്പെട്ട എല്ലാവർക്കും, അതായത് മാസപ്പിറവി, പെരുന്നാളിന്റെ ആ പിറവി കണ്ടത് മുതൽ പെരുന്നാൾ നമസ്കാരത്തിലേക്ക് പുറപ്പെടുന്ന അല്ലെങ്കിൽ ആ നമസ്കാരം നിർവഹിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വരെയുള്ള സമയത്ത് ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിന് പോലും ഫിത്ർ സക്കാത്ത് കൊടുക്കണമെന്നാണ്. കാരണം ആ ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് നമ്മളുടെ പരിശുദ്ധ റമദാനിൽ നമ്മൾ നിർവഹിച്ച അമലുകളുടെ ഒരു പരിശുദ്ധി കൂടിയിട്ടാണ്. പോരായ്മകൾ പരിഹരിച്ച് ഒന്നുകൂടി ശുദ്ധിയാകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഫിത്ർ സക്കാത്ത്. 2, പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാ ആളുകളും സുഭിക്ഷമായിട്ട് അത് ആഘോഷിക്കട്ടെ. ഇല്ലാത്തവരും ഒക്കെ ആ പെരുന്നാളിന്റെ ആഘോഷം അതിൽ ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. അപ്പോ കൃത്യമായിട്ടും സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അത് പെരുന്നാൾ നമസ്കാരത്തിന് നമ്മൾ പുറപ്പെടുന്നതിന് മുമ്പ് അത് കൊടുത്തു വീട്ടണം. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഇതും കൊണ്ട് നടക്കുന്നത് ഫിത്ർ സക്കാത്തല്ല, അതൊരു സ്വതക്കയായി പരിഗണിക്കാം. ഫിത്ർ സക്കാത്തിന്റെ നിർബന്ധം വീടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറ്റു ചില ഹദീസുകൾ കാണാം, കാനൂ യുഅ്തൂന ഖബ്ലൽ ഫിത്രി ബിയൗമിൻ ഔ യൗമൈൻ. ഒരു ദിവസം മുമ്പോ 2 ദിവസം മുമ്പൊക്കെ ഇത്തരത്തിൽ നാട്ടിലെ സുപ്രധാനമായ ആഹാരം, നമ്മുടെ നാട്ടിലേക്ക് അരിയാണ്, ആ അരി നേരത്തെ തന്നെ 1-2 ദിവസം നേരത്തെ തന്നെ കളക്ട് ചെയ്ത് അത് എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്ന ഒരു റിവായത്ത് കൊണ്ട് 2 രൂപവും സ്വീകരിക്കാം. പെരുന്നാളിന് മുമ്പ്, നിസ്കാരത്തിന് മുമ്പ് ആയിരിക്കണം എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അത് ആ വിഷയത്തിൽ നമ്മൾ ഗൗരവത്തിൽ കാണണം. പിന്നെ പൊതുവായ ധാന്യം നമ്മൾ അതിന്റെ അളവ് ഒരു സാ, അതായത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരാളുടെ കയ്യിൽ നിന്നുള്ള 4 കോരൽ, അതിന്റെ തൂക്കം എത്രയാണോ അങ്ങനെ തൂക്കലാണ് ഏറ്റവും ഹൈർ. ഒരു പ്രത്യേകമായ തൂക്കം നമ്മൾ കിലോഗ്രാമിന്റെ അളവ് വെച്ച്, കാരണം ഓരോ വസ്തുക്കളും ഓരോ നാട്ടിൽ വ്യത്യസ്തമാണ്. അപ്പൊ അത് കയ്യിൽ കോരുമ്പോൾ അതിന്റെ തൂക്കത്തിനും വ്യത്യാസങ്ങളൊക്കെ വരും. അതുകൊണ്ട് ക്ലിപ്തമായ തൂക്കം എന്ന രൂപത്തിൽ നമുക്ക് പറയാൻ കഴിയും. അത് ഇങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. 4 കോരൽ കോരി അതിന്റെ തൂക്കം എന്താണ്, ആ തൂക്കം അനുസരിച്ച് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ 150 രൂപ, 130 രൂപ, 130 രൂപയാണ് ഇവിടെ അതിനു വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ഇവിടെ അതിന്റെ ഒരു ഫിത്ർ സക്കാത്തിന്റെ സെല്ലായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങളുടെ തുക കൊടുത്തു കഴിഞ്ഞാൽ അർഹരായ ആളുകളുടെ കൃത്യമായ ലിസ്റ്റ് ചെയ്ത് പാവപ്പെട്ടവർക്കാണ് ഇത് കൊടുക്കേണ്ടത്. ദരിദ്രന്മാരായ ആളുകൾക്കാണ് ഈ എത്തേണ്ടത്. ചില ആളുകൾക്ക് തെറ്റിദ്ധാരണകളുണ്ട്, അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് കൈമാറുന്ന ഒരവസ്ഥയുണ്ട്. അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോയി ഇവിടുന്ന് കൊടുക്കുക, അവിടുത്തെ ഉള്ള ഇങ്ങോട്ട് മേടിക്കുക, എന്നിട്ട് കിട്ടാത്തതിന്റെ പേരിൽ പിന്നെ പ്രശ്നം ഉണ്ടാക്കി, എനിക്ക് കിട്ടിയില്ല എന്ന് പറയാം. അപ്പൊ അതൊന്നും അല്ല ഇത്. പാവങ്ങളായ ആളുകൾക്ക് അർഹരായ പെരുന്നാളിന് ഒരു അല്പം സുഭിക്ഷമായി കഴിക്കാൻ നമ്മളൊരു ആഹാര വസ്തു എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളതിന്റെ അവകാശി അല്ലെങ്കിൽ നമ്മളുടെ അടുക്കലേക്ക് ഇതുമായി വരുവാണെങ്കിൽ നമുക്ക് പറയാം, പാവങ്ങളായ അർഹരായ ആളുകളുണ്ട്, അവർക്ക് അത് കൊടുക്കാമെന്ന് പറയാം. നമ്മൾ ആവശ്യമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് സ്വീകരിക്കണമെന്നില്ല. അപ്പൊ ആ രൂപത്തിൽ ഫിത്ർ സക്കാത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അത് നമ്മൾ കൊടുത്തു വിടുന്ന വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഈ പറയുന്ന പോലെ ഒരു സംവിധാനത്തിന് കീഴിലാകുമ്പോൾ സൂക്ഷ്മമായും കൃത്യമായിട്ടും അത് നിർവഹിക്കാൻ സാധിക്കും. ഇനി ഒരാൾ അതൊന്നും താല്പര്യമില്ല, വ്യക്തിപരമായിട്ട് കൊടുക്കുക എന്നുള്ളതാണെങ്കിൽ അങ്ങനെ കൊടുക്കാം, അതും പ്രശ്നമൊന്നുമില്ല. നമുക്ക് പരിചയമുള്ള നമ്മുടെ കുടുംബത്തിലുള്ള അർഹരായ ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. പിന്നെ ഒരു സംവിധാനം സംഘടിതമായി നിർവഹിക്കുമ്പോൾ അത് ഏറ്റവും ഹൈറായ ഒരു രീതി അതാണ് എന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഈ രൂപത്തിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് റമദാനിന്റെ അവസാനത്തിൽ പെരുന്നാൾ നമസ്കാരത്തിന്റെ ആ തൊട്ട് മുമ്പ് ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ ഒരു കാര്യം ഇതാണ്. ഇതുപോലെ ഓരോ കാര്യങ്ങളും പ്രവാചകന്റെ ചര്യ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി നിർവഹിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമുക്ക് ആശ്വസിക്കാം, നമുക്ക് സംതൃപ്തിയോടുകൂടി മുന്നോട്ട് പോകാം. ഞാൻ എന്റെ റസൂല് പഠിപ്പിച്ച ചര്യയിലാണ് ഉള്ളത് എന്നുള്ളത്. 27-ാം രാവിന്റെ പേരിൽ നമ്മൾ കാണുകയാണ്. ഇത് പള്ളിയിൽ ഇരിക്കേണ്ട സമയത്ത് പറമ്പത്തും മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ചില വ്യക്തികൾക്ക് പ്രത്യേകത കൽപ്പിച്ച്, ആ വ്യക്തികൾ പ്രാർത്ഥിച്ചാൽ അതിന് പ്രത്യേകതയുണ്ടെന്ന് കൽപ്പിച്ച് ചില ആളുകളുടെ മുമ്പിൽ കൊണ്ടുപോയി ഇരുത്തി ആ മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ നിറകണ്ണുകളോട് അതിന് ആമീൻ പറയുന്നു. അതിന്റെ റിസൾട്ടുകൾ അവിടെ പ്രഖ്യാപിക്കുന്നു. കോടിക്കണക്കിന് സമ്പത്ത് അവിടെ കളക്ട് ചെയ്യപ്പെടുന്നു. ഇതൊന്നും അല്ല ഇസ്ലാം പഠിപ്പിച്ചത്. അങ്ങനത്തെ പ്രത്യേകമായ ദിക്റുകളും ദുആകളും ഒക്കെ അവിടെ നിർവഹിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് നാരിയത്ത് സ്വലാത്ത് പോലെയുള്ള റസൂലുള്ളാഹിക്കോ സഹാബത്തിനോ പരിചയമില്ലാത്ത സ്വലാത്തുകൾ അവിടെ വ്യാപകമായി ചൊല്ലപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സുന്നത്തിൽ നിന്നും എത്രത്തോളം അകറ്റാൻ പറ്റുമോ അത്രയും അകറ്റി കൊണ്ടുപോവുക, അതാണ് നടക്കുന്നത്. സ്ത്രീകളടക്കം
പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഉമ്മമാരായ പ്രവാചക പത്നിമാർ പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നു എന്ന് ഹദീസിൽ വ്യക്തമായിരിക്കെ സ്ത്രീകൾക്ക് പള്ളിപ്രവേശനം ഹറാമാണെന്ന് ഫത്വ ഇറക്കുകയും എന്നിട്ട് ഇത്തരം പാടത്തും വരമ്പത്തും ഒക്കെ ഇവരെ കൊണ്ടുപോകുന്നതിൽ യാതൊരു പ്രശ്നമില്ല. അവരുടെ താല്പര്യങ്ങൾക്കും അവരുടെ ലാഭത്തിനും വേണ്ടി അവർ ഏത് കാര്യവും ചെയ്യും. അവരുടെ സൗകര്യത്തിനു വേണ്ടി അവർ പുറപ്പെടുക. അത് ദീനല്ല, അത് യഥാർത്ഥ ദീനല്ല. അതുകൊണ്ട് ദീനിനെ കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ടു പോയാൽ ഏതൊരു അമല് ചെയ്യുന്നവർക്കും തൃപ്തി ഉണ്ടാവും. പൂർണ്ണമായിട്ടും ഇസ്ലാമിനെ ഉൾക്കൊണ്ടതും പഠിച്ചതും റസൂലുള്ളാഹി സഹാബത്താണല്ലോ. അവർ ഈ പാടത്തും പറമ്പത്തൊന്നും പോയി നിന്നിട്ടില്ല. അത് തന്നെയാണ് റമദാനിന്റെ അവസാനത്തെ 10 മുഴുവൻ നിങ്ങൾ പള്ളിയിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിരുന്നോ എന്ന് റസൂലുള്ളാഹി ഒരു ഹദീസിൽ പറഞ്ഞു. ഒറ്റയിട്ട രാവുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നോ എന്ന് പറഞ്ഞു. പൂർണ്ണമായിട്ടും റസൂലുള്ളാഹിയും കുടുംബവും അങ്ങനെ തന്നെ ഇരുന്നു. അതിനപ്പുറമൊന്നുമില്ലല്ലോ ഈ പറയുന്ന തങ്ങന്മാരും ചേക്കന്മാരും, അതിനപ്പുറമൊന്നും എത്തില്ലല്ലോ. അതുകൊണ്ട് ആ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ദീൻ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുന്നു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. പ്രിയമുള്ള സത്യവിശ്വാസികളെ, റമദാൻ പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ പ്രവേശിക്കുന്നത് ഈദുൽ ഫിത്തറിലേക്കാണ്. ചെറിയ പെരുന്നാൾ എന്ന് നമ്മൾ പറയുന്ന ആ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ വ്യക്തമാക്കി തന്നു മുസ്ലിമീങ്ങൾക്കുള്ള 2 ആഘോഷങ്ങൾ. ആ 2 ആഘോഷങ്ങളിൽ ഒന്നാണ് യഥാർത്ഥത്തിൽ ചെറിയ പെരുന്നാൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സുന്നത്തായി കൊണ്ട് പഠിപ്പിച്ച, ചെയ്താൽ പ്രതിഫലം കിട്ടുന്ന സുന്നത്താണ് ഒന്ന് കുളിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി മുസല്ലയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് പോയിരുന്നത് മുസല്ലയിലാണ്. കൃത്യമായി അതിനുവേണ്ടി സജ്ജീകരിച്ച ഗ്രൗണ്ടുകളിലോ അല്ലെങ്കിൽ മൈതാനത്തോ പരന്ന പ്രദേശങ്ങളിലോ ആയിരുന്നു അവർ അന്ന് പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പോയിരുന്നത് എന്ന് ഈ വിഷയത്തിൽ നമുക്ക് മറ്റു ചില ഹദീസുകളിൽ നിന്നും ഇതിൽ നിന്നും എല്ലാം ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പോകുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് കുളിക്കുമായിരുന്നു. അതുപോലെ തന്നെ നല്ല വസ്ത്രം ധരിക്കുമായിരുന്നു. ഒന്നുകിൽ പുതുവസ്ത്രം, അതല്ലെങ്കിൽ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധരിക്കുമായിരുന്നു. പ്രത്യേകിച്ചും ജുമുഅ ഖുത്ബ നിർവഹിക്കുന്ന സമയത്തും പെരുന്നാൾ നമസ്കാരങ്ങൾക്കും അതുപോലെ തന്നെ നിവേദക സംഘങ്ങൾ വരുമ്പോൾ അവരുമായി സംസാരിക്കുന്നതിനുമൊക്കെ റസൂലുള്ളാഹിക്ക് പ്രത്യേകം വസ്ത്രമുണ്ടായിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. പ്രത്യേകം നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങൾ റസൂലുള്ളാഹി അതിനുവേണ്ടി മാറ്റിവെച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സുഗന്ധം പൂശുക പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുന്നത്താണ്. സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങുന്ന സ്ത്രീകൾക്ക് സുഗന്ധം ധരിക്കാൻ പാടില്ല, പൂശാൻ പാടില്ല. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഇഷ്ടപ്പെട്ടതാണ് സുഗന്ധം പൂശാൻ. ആര് ഹദിയയായി കൊടുത്താലും ഒരിക്കലും തള്ളാത്തതായിരുന്നു റസൂലുള്ളാഹി സുഗന്ധം എന്നുള്ളത്. അതുകൊണ്ട് അത് നമ്മൾ സുന്നത്തായി നമ്മൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഏറെ പുണ്യകരമായ ഒരു കാര്യമാണ്. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നതാണ് സുന്നത്ത് ഈദുൽ ഫിത്തർ. കാരണം 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം നമ്മൾ ആ പറയപ്പെടുന്ന സമയത്ത് സൂര്യോദയം അല്ലെങ്കിൽ ഫജ്ർ നമസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ സൂര്യോദയ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാതെ നമ്മൾ ആ സമയത്ത് ഭക്ഷണം കഴിച്ച് പെരുന്നാളിന്റെ ആ ഒരു സന്തോഷം അനുഭവിച്ചിട്ട് വേണം ചെയ്യാൻ ഈദ്ഗാഹിലേക്ക് പുറപ്പെടാൻ. എത്രയും നേരത്തെ നിർവഹിക്കലാണ് അതിന്റെ ഉത്തമം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയൊക്കെ ചര്യ അനുസരിച്ച് പിന്നെ നേരത്തെ നിർവഹിക്കൽ. ഈദുൽ അദ്ഹ വലിയ പെരുന്നാളാണ് പിന്നെ ഏറ്റവും നേരത്തെ നിർവഹിച്ചിരുന്നത്. കുറച്ചുകൂടി സമയം താമസിച്ചുകൊണ്ട് പിന്നെ ഈ പെരുന്നാൾ ചെറിയ പെരുന്നാൾ നടത്തിയിരുന്നു എന്നൊക്കെ നമുക്ക് ഹദീസുകൾ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഇത്രയും നേരത്തെ നിർവഹിക്കുന്ന രൂപമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമായിട്ടുള്ളത്. ഇവിടെ അൽഹംദുലില്ലാഹ് നമ്മൾ എല്ലാ വർഷവും നടത്തുന്നത് പോലെ നമ്മുടെ ഈ പള്ളിയുടെ തൊട്ട് മുൻവശത്തായുള്ള മുറ്റത്ത് നമ്മുടെ ഈദ്ഗാഹ് നമസ്കാരം ഉണ്ടായിരിക്കും. 7:15 പക്ഷെ അത് നമ്മുടെ ഇവിടുത്തെ നമസ്കാരം. അപ്പൊ കൃത്യസമയത്ത് നമ്മൾ എത്തണം. നിശ്ചയിച്ച സമയത്ത് നമസ്കാരം തുടങ്ങി. കാരണം വെയില് ശക്തമായിട്ട് നമ്മുടെ പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിൽ അങ്ങോട്ട് പോകുന്തോറും പ്രയാസം ഉണ്ടാകും.
അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ എത്രയും വേഗം നമസ്കരിച്ച് ആ സന്തോഷങ്ങൾ പങ്കുവെച്ച് ആശംസാ വാക്കുകൾ പങ്കുവെച്ച്, അതൊക്കെ സ്വഹാബത്തിന്റെ ശരീരപ്പെട്ടതാണ്. തമ്മിൽ ആശംസാ വാക്കുകൾ പങ്കുവെക്കണം. തഖബ്ബലല്ലാഹു മിന്നാ മിൻകും എന്ന ആശംസാ വാക്കാണ് അവർ പങ്കുവെച്ചത്. അത് നിങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന നല്ല ആശംസാ വാക്കുകൾ. അത് ഒരു സ്റ്റിക്കറിലൊക്കെ ഒതുങ്ങുന്നത് നിർത്തുന്നതാണ് നല്ലതെന്നാണ് അഭിപ്രായം. നമ്മൾ വെറും സ്റ്റിക്കറുകൾ ഇങ്ങനെ പറത്തിവിടുന്ന ഒരു ഏർപ്പാടുമാണ് ഇത്തരത്തിലുള്ള. അപ്പൊ ആ സ്റ്റിക്കർ മാറിയിട്ട് ഏതെങ്കിലുമൊക്കെ നല്ലൊരു മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് ആളുകൾക്ക് ചിന്തയുണ്ടാക്കുന്ന, അല്ലെങ്കിൽ റമദാനിന്റെ ആ പ്രത്യേകതകളും പ്രാധാന്യമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മറ്റുള്ളവർക്ക് കൂടി ഒന്നുകൂടി നല്ല രൂപത്തിൽ ഇതിനെക്കുറിച്ചും ചിന്തിക്കാൻ പറ്റുന്ന നല്ലൊരു സെന്റൻസ് ഒക്കെ ടൈപ്പ് ചെയ്ത് നമ്മളുടെ ഫാമിലിയൊക്കെ പേരൊക്കെ വെച്ചൊരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്ത് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നേരിൽ കാണുന്നവർക്ക് പരസ്പരം കൈകൊടുത്ത്, പിന്നെ പരസ്പരം സന്തോഷം പങ്കുവെച്ചുകൊണ്ട്, അതുപോലെ കുടുംബ സന്ദർശനങ്ങൾ നടത്തിക്കൊണ്ട് നമ്മൾ ആ ദിവസം ആഘോഷമാക്കി മാറ്റണം. ആഘോഷം പഠിപ്പിക്കുമ്പോഴും ഇസ്ലാം അതിന് കൃത്യമായ അതിർവരമ്പുകൾ നിശ്ചയിച്ചിട്ടുണ്ടെന്നുള്ളത് ആ മതത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഇസ്ലാമിന്റെ പ്രത്യേകതയാണ്. കാരണം ആഘോഷിക്കാൻ ഒരു അവസരം ഒരു മനുഷ്യന് നിയന്ത്രണം ഇല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പരിണിത ഫലം എന്താവുമെന്ന് നമുക്കറിയാമല്ലോ. ആരായാലും നിയന്ത്രണമില്ലാതെ ഒരു നിയമം എല്ലാം സ്വതന്ത്രമാക്കി വിട്ടുകൊടുത്താൽ ഏത് സമയത്തും എല്ലാവരുടെയും മനസ്സിലുള്ള നന്മകളൊന്നും ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആ രൂപത്തിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സംഗീതത്തിന്റെയൊക്കെ പുറകെ പോവുക, പാട്ടും ഡാൻസും കൂത്തുമായിക്കൊണ്ട് തെരുവുകളിലേക്ക് ഇറങ്ങി പിന്നെ ഈ പറയുന്ന മോശത്തരങ്ങളായ ഗാനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ഡാൻസുകൾ നടത്തുക, വഴി തടയുക, തടസ്സങ്ങൾ ഉണ്ടാക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ വിഷയത്തിൽ ഇസ്ലാം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നില്ല. പിന്നെ തക്ബീർ ചൊല്ലുക എന്നുള്ളത് നമുക്കറിയാം. ധാരാളമായിട്ട് 2 പെരുന്നാളുകൾക്കും തക്ബീർ ചൊല്ലുവാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ തക്ബീർ ചൊല്ലുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന രൂപത്തിൽ 2 തക്ബീറുകൾ വന്ന റിവായത്തുകളുമുണ്ട്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ 3 തക്ബീറുകൾ വന്ന രൂപവുമുണ്ട്. അതുപോലെ മുസല്ലയിൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ ഒരുമിച്ചാണ് ചൊല്ലേണ്ടത്. ചിലപ്പോൾ ഇവിടെ പോലും നമുക്ക് ചിലപ്പം അങ്ങനെയുള്ള ഒരു ചര്യ നമുക്ക് കാണാൻ സാധിക്കില്ല. മൈക്കിൽ ഒരാൾ ചൊല്ലുമ്പോൾ ബാക്കിയുള്ളവർ ഏറ്റു പറയുന്ന ഒരു സിസ്റ്റം യഥാർത്ഥത്തിൽ പ്രവാചക ചര്യയിൽ നമുക്ക് കാണാൻ പറ്റൂല. ഇരിക്കുന്നവരെല്ലാവരും എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് തക്ബീർ ചൊല്ലുന്ന ഒരു രൂപമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് പ്രത്യേകം ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. യഥാർത്ഥത്തിൽ ഈ ചെറിയ പെരുന്നാളിൽ പിന്നെ ശവ്വാലിന്റെ പിറവിയോടുകൂടി തക്ബീർ ചൊല്ലി പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ തക്ബീർ എന്ത് ചെയ്തു? കഴിഞ്ഞു. പിന്നെ തക്ബീർ ചൊല്ലൽ ഇല്ല. വലിയ പെരുന്നാളിന് അങ്ങനെയല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നടന്ന് പോകാൻ പറ്റുന്നവർ നടന്നു പോകലാണ് ഏറ്റവും ഉത്തമം. ഈദ്ഗാഹിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് മറ്റൊരു വഴി സ്വീകരിച്ച് കുടുംബക്കാരെയും അയൽക്കാരെയും അല്ലെങ്കിൽ പരിചയക്കാരെയൊക്കെ സന്തോഷങ്ങൾ പുതുക്കി, ബന്ധങ്ങൾ പുതുക്കി മറ്റൊരു വഴിയിലൂടെ പോകുന്നതുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്തായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പെരുന്നാൾ നമസ്കാരം നമുക്കറിയാം, അതിന്റെ രൂപവും കാര്യങ്ങളൊക്കെ എപ്പോഴും നമസ്കാരത്തിൽ പറയുന്നതാണ്. ഖുതുബ ശ്രവിച്ചുകൊണ്ട് അതുകൂടി കേട്ട് നമ്മൾ പോകണം. അതോടൊപ്പം നമ്മൾ പോകുമ്പോൾ നമ്മുടെ മക്കളുടെ കയ്യിലും നമ്മുടെ ഭാര്യയുടെ കയ്യിലും എല്ലാവരുടെയും കയ്യിലും കുറച്ച് സമ്പത്ത് നമ്മൾ എന്ത് ചെയ്യുക? കൊടുക്കുക. അന്നത്തെ ദിവസം ഒരു സ്വതക്ക എന്തെങ്കിലുമൊക്കെ ദാനധർമ്മം നടത്തൽ പ്രവാചകന്റെ ചര്യയിലുള്ളതാണ്. അതുകൊണ്ട് നമ്മൾക്ക് എന്താണോ ഉള്ളത് അത് നമ്മുടെ മക്കളുടെ കയ്യിൽ അവരെല്ലാവരും അതൊന്ന് ശീലമാക്കണം, പഠിക്കട്ടെ. അപ്പൊ അവരെല്ലാവരും അവിടെ ആർക്കെങ്കിലും ദാനധർമ്മം കൊടുക്കുന്ന ഒരു രൂപവും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു പരിപൂർണത റസൂലുള്ളാഹി പഠിപ്പിച്ചതുപോലെ, സഹാബത്ത് പഠിപ്പിച്ചതുപോലെ എല്ലാ വിഷയത്തിലും പരിപൂർണമായും നമ്മൾ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ് ഇതൊക്കെ പഠിക്കാനും കേൾക്കാനും അറിയാനും ഇതനുസരിച്ച് മുന്നോട്ട് പോകാനൊക്കെ ഉള്ള തൗഫീഖ് നമുക്ക് റബ്ബ് തന്നില്ലേ. അത് തന്നെയാണ് വലിയ കാര്യം. ഇതിനെക്കുറിച്ച് അറിയാത്ത കേവലം പെരുന്നാളുണ്ടോ എന്ന് വെച്ചാൽ പെരുന്നാളുണ്ട്, നിസ്കാരം ഉണ്ടോ എന്ന് വെച്ചാൽ നിസ്കാരമുണ്ട്, നോമ്പുണ്ടോ എന്ന് വെച്ചാൽ നോമ്പുണ്ട്, പക്ഷേ ചര്യയ്ക്ക് വിരുദ്ധമായിട്ടാണ് പലതും കടത്തിക്കൂട്ടി ഇതിനെല്ലാം ഇല്ലാതാക്കി കളയുന്ന ഏർപ്പാട് നമ്മുടെ ഇടയിലുണ്ട്. അതിൽ നിന്നൊക്കെ റബ്ബ് നമ്മളെ സംരക്ഷിച്ചു എന്നുള്ളതാണ് ഈ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം. അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക? കളഞ്ഞു കുടിക്കാതിരിക്കുക. ഇതൊക്കെ ചെയ്തിട്ട് അവസാനം എല്ലാം നഷ്ടപ്പെടുത്തുന്ന ഏർപ്പാട് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ഊർജ്ജസ്വലമായി റമദാൻ കഴിഞ്ഞാലും അള്ളാഹുവിന്റെ പിന്നെ തൃപ്തി നേടിക്കൊണ്ട് കർമ്മങ്ങൾ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളുടെ കർമ്മങ്ങൾ മുഴുവൻ നീ സ്വീകരിക്കണമേ റഹ്മാനെ. പല സഹോദരങ്ങളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്.
രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടബാധിതരായി തീർന്ന പ്രയാസം അനുഭവപ്പെടുന്നവരുണ്ട്, സാമ്പത്തിക രംഗത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, കച്ചവട രംഗത്ത് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രംഗത്തും നമുക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ രംഗത്തും അല്ലാഹു പരലോകത്ത് വിജയപ്രദമായ രൂപത്തിലുള്ള നന്മകൾ എല്ലാ രംഗത്തും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ നന്മകൾ നിർവഹിച്ച ഓരോന്നും അല്ലാഹു ഞങ്ങളിൽ നിന്നും പരിപൂർണമായും സ്വീകരിക്കണമേ റഹ്മാനെ. ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ ഇവിടെ സ്വസ്ഥമായും സമാധാനത്തിലും സന്തോഷത്തിലും ഒക്കെ കഴിഞ്ഞു കൂടുമ്പോൾ എപ്പോഴും ഭയം നിറഞ്ഞ ഒരവസ്ഥയിൽ കഴിയുന്ന ഗസയിലുള്ള, ഫലസ്തീനിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്, ഉമ്മമാരുണ്ട്, പ്രായം ചെന്നവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അല്ലാഹു അവരുടെ പ്രയാസമെല്ലാം കാണുന്ന, എല്ലാം അറിയുന്ന റബ്ബേ, അവർക്ക് നീ നിർഭയത്വവും സമാധാനവും സുരക്ഷിതത്വവും കാരുണ്യവും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അവരുടെ പ്രയാസങ്ങൾക്ക് തക്കതായ പ്രതിഫലം ഇഹലോകത്തും അതിനുമപ്പുറം പരലോകത്തും നീ അവർക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അവരിൽ നിന്നും ക്രൂരമായ ആക്രമണമേറ്റ് മരണപ്പെട്ടു പോയവരുണ്ട്, അവർക്ക് ഷഹീദിന്റെ പ്രതിഫലം നീ നൽകണമേ റഹ്മാനെ. പ്രയാസപ്പെട്ട് കഴിയുന്നവരുണ്ട്, അവരുടെ എല്ലാം വേദനയും ബുദ്ധിമുട്ടുകളും നീ ലഘൂകരിച്ചു കൊടുക്കണമേ റഹ്മാനെ. അവരിൽ ആക്രമണം അഴിച്ചുവിടുന്ന ശത്രുക്കളെ നീ ഇല്ലാതാക്കണമല്ല, അവരിൽ നീ നിന്ദ്യത അടിച്ചേൽപ്പിക്കണ റഹ്മാനെ. അവരിൽ നിന്ദ്യത നൽകണമല്ല. അത്തരം ആളുകളുടെ പ്രവർത്തനങ്ങളെ അത് നിലയ്ക്കുന്ന രൂപത്തിൽ അവരെ തകർത്ത് കളയണമല്ല. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. ربنا تقبل منا صيامنا وصلاتنا وركوعنا وسجودنا واعتدالنا وتب علينا وصدقاتنا يا رب العالمين. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.